ഹമാസ് ബന്ദികളാക്കിയ 3-1 പേരും കൊല്ലപ്പെട്ടതായി നിഗമനം. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ പലസ്തീൻ ഭീകരവാദികൾ 251 പേരെയാണ് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. നവംബറിലെ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ 100-ലധികം പേർ മോചിതരായിരുന്നു. 120 പേർ ഗാസയിൽ ബന്ദികളായി തുടരുന്നുവെന്നാണ് ഇസ്രായേലി സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 43 പേർ മരിച്ചിരിക്കാമെന്ന് അനുമാനിക്കുന്നു. ഇന്റലിജൻസ് വിവരങ്ങളടക്കം പരിഗണിച്ചാണ് അനുമാനത്തിലെത്തിയത്. മരണസംഖ്യ ഇതിലും കൂടാമെന്നും ചില ഇസ്രയേലി ഉദ്യോഗസ്ഥർ കരുതുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇസ്രയേലി വ്യോമാക്രമണം തുടർന്നാൽ ബന്ദികളെ വധിക്കുമെന്ന് ഹമാസ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രയേലി വ്യോമാക്രമണത്തിൽ പല ബന്ദികളും കൊല്ലപ്പെട്ടതായും ഹമാസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഭാഗത്തു നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു. ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു.